പിന്നെ ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത് സായ എന്ന് പറഞ്ഞ ക്ലിനിക്കിലാണ്. നല്ലൊരു സാലറി പാക്കേജോടെയാണ് ഞാനിപ്പോൾ അവിടെ പ്ലേസ് ആയിരിക്കുന്നത്. അതിന് വേണ്ട ഗൈഡ് ലൈൻസും നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ട ഗൈഡ് ലൈൻസ് കാര്യങ്ങളും എല്ലാം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതും നമ്മളെ കോൺഫിഡൻ്റ് ആക്കിയതും എല്ലാം ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിലെ സ്റ്റുഡൻറ് കൗൺസിലേഴ്സ്, അതുപോലെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും. പിന്നെ അത് മാത്രമല്ല, വളരെ ചെറിയൊരു ഫീസിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ പേര് എമിൻ മരിയ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് തിരഞ്ഞെടുത്താണ് ഞാൻ പഠിച്ചത്. ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ എൻ്റെ സ്കോപ്പാണ്. ഇപ്പം നമുക്കറിയാം ഹോസ്പിറ്റൽ മേഖലയിൽ ഒരുപാട് സ്കോപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് നോൺ മെഡിക്കൽ ഫീൽഡ്സിൽ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത്. അതുമാത്രമല്ല, ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിനെ പറ്റി പറയാൻ വെച്ചാൽ അത് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഫുള്ളി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ നിന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി. പിന്നെ അത് മാത്രമല്ല, വളരെ ചെറിയൊരു ഫീസിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും ഫുള്ളി സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ അവർ തരുമായിരുന്നു. ഫാക്കൽറ്റീസിനെ പറ്റി പറയാൻ വെച്ചാൽ ക്ലാസ് നല്ല രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതുപോലെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് കിട്ടുമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും ക്ലാസ് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് നോക്കായിരുന്നു. റെക്കോർഡ് ക്ലാസ് വെച്ച് നോക്കാം. പിന്നെ എന്തെങ്കിലും റിവൈൻഡ് ചെയ്ത് നോക്കണമെങ്കിലും റെക്കോർഡ് ക്ലാസ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഫുള്ളി നമുക്ക് അവരോടത്ത് ചോദിക്കാം. സോ അവരൊരു മടിയും കൂടാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഇതൊപ്പം തന്നെ അവർ ഇംഗ്ലീഷ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് എനിക്ക് ശരിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ. സോ അതൊക്കെ നമുക്ക് വേണ്ട കോൺഫിഡൻസും ഇൻസ്പിറേഷനും ആയിരുന്നു ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ റിയലി താങ്ക് യു ടു ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി. പിന്നെ നമുക്ക് വേണ്ട ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഇവരായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ച് അവിടെ വേക്കൻസീസ് ഉണ്ടോ എല്ലാം ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞത് മുഴുവൻ ഈ ഒരു സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സോ അവരുടെ നേതൃത്വം വഴിയാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് 3 മാസം സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റിയത്. ഞാൻ അവിടെ ഒരു IPOP കോർഡിനേറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ട്. സോ അതും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ കരിയർ ലൈഫിൽ എന്ന് പറയുമ്പോൾ. പിന്നെ ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത് സായ എന്ന് പറഞ്ഞ ക്ലിനിക്കിലാണ്. നല്ലൊരു സാലറി പാക്കേജോടെയാണ് ഞാനിപ്പോൾ അവിടെ പ്ലേസ് ആയിരിക്കുന്നത്. അതിന് വേണ്ട ഗൈഡ് ലൈൻസും നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ട ഗൈഡ് ലൈൻസ് കാര്യങ്ങളും എല്ലാം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതും നമ്മളെ കോൺഫിഡൻ്റ് ആക്കിയതും എല്ലാം ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിലെ സ്റ്റുഡൻറ് കൗൺസിലേഴ്സ്, അതുപോലെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരുമായിരുന്നു. സോ ഇപ്പോൾ ഞാൻ വളരെ താങ്ക്ഫുള്ളാണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയോട്.